വന്നിങ്ങനെ എത്ര നാളാ ചുമ്മാതിരിക്കുന്നെ? സരിതയ്ക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണ്ടേ കുഞ്ഞെ? ശരി, ഞാൻ ശ്രമിക്കാം. അവളെവിടെ? അവിടെ കൂടെ പഠിച്ചൊരു കുട്ടി ഇവിടെ അടുത്തുണ്ട്. അവളെ കാണാനെന്നും പറഞ്ഞു പോയതാ. ഞങ്ങൾ ഇനി പോകുന്നില്ല. ചേട്ടൻ പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയുള്ള വീടോ? അവിടെയുള്ള വീട് വിറ്റിട്ട് ഇവിടെ വേറെ വാങ്ങാന്ന് പറഞ്ഞു. നീ ഇരിക്കും, ഞാൻ പോയി കാപ്പിട്ടു. ശരി. തനിക്കെന്താ കണ്ണ് കണ്ടൂടെ? പെണ്ണുങ്ങളെ കണ്ട പോക്കൃത്തരം കാണിക്കുന്നു. ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നിങ്ങളിവിടെ നിൽക്കുന്ന ഞാൻ കണ്ടില്ല. കണ്ടില്ല. കാണാതിരിക്കാൻ എന്താ കണ്ണ് പൊട്ടിപ്പോയോ? നിങ്ങൾ പറഞ്ഞതാണ് സത്യം. എന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല. ചേട്ടാ. എന്താ ചേട്ടാ? രേഖ, എനിക്കൊരു തെറ്റ് പറ്റി. ഞാൻ അറിയാതെ ഇവരുടെ ദേഹത്തൊന്ന് മുട്ടി. ഇതാരാ രേഖ? ഞാൻ പറയാറില്ലേ എന്റെ ഒരു കൂട്ടുകാരിയെ പറ്റി, സരിത. സരിത. ദൈവം എന്നെ ശിക്ഷിച്ചത് എങ്ങനെയായിപ്പോയി? എല്ലാവർക്കും വെറുക്കാൻ വേണ്ടി. 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 ആരാ? സരിതയാണോ? എങ്ങനെ മനസ്സിലായി? രേഖയുടെ കാലിൽ പാദസരമുണ്ട്. അമ്മയാണെങ്കിൽ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്കുക. രേഖ എവിടെ? അവള് അടുത്ത വീട്ടിലെ മിനിക്കുട്ടിക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പോയിരിക്കുക. വിളിക്കണോ? വേണ്ട, കുറച്ചു കഴിഞ്ഞ വരില്ലേ? സരിത നിൽക്കുകയാണോ? ഇരിക്കൂ. സാരമില്ല. സരിതയെ പറ്റിയെല്ലാം രേഖ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ചേട്ടൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വെറുതെ വീട്ടിലിരുന്ന മുഷു തോന്നൂല്ലേ? അല്ലാതെ എന്ത് ചെയ്യാനാ? എന്റെ അനുഭവം കൊണ്ട് ചോദിച്ചതാ. ബാലേട്ടൻ വീണ വായിക്കുമല്ലേ? കുറേശ്ശെ. പാട്ട് പാടുവോ? ചെറുതായിട്ടൊന്ന് മൂളും. അത് കള്ളം. ബാലേട്ടൻ നന്നായി പാടുമെന്ന് രേഖ പറഞ്ഞല്ലോ. ഞാൻ പാടിയിട്ട് ആര് കേൾക്കാനാ? ഞാൻ കേൾക്കാം. ഇന്ന് വേണ്ട, ഇനി ഒരിക്കലാകട്ടെ. ഇപ്പൊ വന്നേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് മിനിക്കുട്ടിയുടെ ട്യൂഷൻ കഴിഞ്ഞോ? അതിനുള്ളിൽ മിനിയുടെ അച്ഛൻ ഒരു കഥ പുസ്തകം കൊണ്ടുവന്നു. ഇത് ബാലമാവന് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇനി ട്യൂഷൻ മതി എന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടം. ഇതാരാ ബാലമാമ ഈ പുതിയ ചേച്ചി? നിന്നെ പോലൊരു കൂട്ടുകാരി. അയ്യേ, ബാലമാമ ഒരു മണക്കൂസാ. ഈ ചേച്ചി മിനിക്കുട്ടിയെ പോലെയല്ല, വലുതാ. മിനിക്കുട്ടിയെ പോലെ ബാലമാമ മടിയിലിരുത്തോ? ചേച്ചി നമുക്ക് കഥ വായിക്കാം. ചേച്ചിക്ക് പോവാൻ സമയമായി. മോളും മാമയും കൂടെ വായിച്ചോ. രേഖ, നീ വീട്ടിലേക്ക് വരുന്നോ? ഞാൻ പിന്നെ വരാം. ശരി ബാലേട്ടൻ, ഞാൻ പോട്ടെ. വരട്ടെ. മമ്മി കേട്ടോളൂ, ഒരു കുറുക്കനെ ഉടുപ്പിടിച്ച കോഴിയുടെ കഥ. ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിലാണോ താൻ ബാലേട്ടനെ കണ്ടുമുട്ടിയത്? തന്റെ വിവാഹത്തെപ്പറ്റി ചേട്ടനും ചേച്ചിയും അമ്മയും എല്ലാം അടിക്കടി ഓർമ്മപ്പെടുത്തുന്നു. എവിടെയും മനസ്സിൽ നിന്നെത്താത്തത് കൊണ്ട് പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. ബാലേട്ടനുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തെല്ലാമോ അറിയാതൊരു ആത്മബന്ധം ഹൃദയത്തിൽ വളരുന്നത് പോലെ തോന്നുന്നു. ആ കണ്ണുകളിൽ കാണുന്ന നിഷ്കളങ്ക ഭാവം തന്റെ ഹൃദയതന്ത്രികളിൽ പുതിയ സ്വരങ്ങൾ മീട്ടുന്നില്ലേ? കണ്ണുകളിൽ ഇരുട്ട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഹൃദയം നിറയെ സ്നേഹമല്ലേ? ഇന്ന് തനിക്ക് കിട്ടാതിരിക്കുന്നതും അതല്ലേ? ഒരു പക്ഷേ ബാലേട്ടന്റെ മനസ്സിൽ തനിക്ക് കടന്നുകൂടാൻ കഴിഞ്ഞിരിക്കുമോ? തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ രൂപം പതിഞ്ഞു കഴിഞ്ഞില്ലേ? എന്താ പെണ്ണെ, സന്ധ്യയ്ക്ക് എവിടെ ഇരുന്ന് സ്വപ്നവും കണ്ടുകൊണ്ടിരിക്കുന്നത്? ചേട്ടൻ പറഞ്ഞ കാര്യം നമുക്കൊന്ന് ആലോചിക്കാം. ചേട്ടന്റെ ഓഫീസറാ. രണ്ടാം കെട്ടാണെങ്കിലും ചീത്തപ്പേരില്ലാണ്ട് ജീവിക്കാമല്ലോ. എന്നെ ബലി കൊടുക്കാൻ അമ്മയ്ക്ക് ധൃതിയായില്ലേ? മോളെ, നമുക്ക് ചോദിക്കാനും പറയാനും ആണുങ്ങളായിട്ട് ആരുമില്ല.
നിന്നെ ആ ക്രിസ്ത്യാനി ചെറുക്കനെ പറ്റിയുള്ള പരദൂഷണം അറിയാത്തവരായി ആരാ ഉള്ളത്? നല്ലൊരു ബന്ധുത ഉണ്ടാകാൻ നിന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടില്ല. മനസ്സിന് ഇഷ്ടപ്പെടാത്തൊരു വിവാഹ ജീവിതം വേണമെന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടോ മേ? മോളെ, നിന്നോട് ഞാൻ തർക്കിക്കുകയല്ല. നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ട ആവശ്യവുമില്ല. ആ, ചേട്ടൻ വരാറായി. നീ ആ വിളക്കൊന്ന് കത്തിച്ചേ. വാ. ദീപം 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 ദീപം. സരിതേ, വാ, നമുക്ക് തോട്ടത്തിൽ പോയി സംസാരിക്കാം. നിന്റെ അമ്മയും ചേച്ചിയും എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. നീ എത്രയും വേഗം വിവാഹം കഴിക്കണം. അതിനുള്ള ആളെ അവർ കണ്ടുവച്ചിരിക്കുക. രേഖേ, ഞാൻ വിവാഹം കഴിക്കുന്നത് എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ലേ? മനസ്സിനിണങ്ങാത്ത ഒരാളുമായി എനിക്ക് ജീവിക്കാൻ കഴിയുമോ? അത് ശരി. നിനക്കാണെങ്കിൽ ആണുങ്ങളെന്ന് വെച്ച ചതുർത്ഥ്യ. പിന്നെങ്ങനെ നിന്റെ മനസ്സിനിണങ്ങുന്ന ആളെ കണ്ടുപിടിക്കുന്നത്? എന്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ചിരുന്നൊരു പുരുഷൻ എത്തിക്കഴിഞ്ഞു. അമ്പടി കള്ളി, എന്നിട്ടാണ് മിണ്ടാപ്പൂച്ചിയെ പോലെ ഇരുന്നത്. ഞാൻ ഈ വിവരം നിന്റെ വീട്ടിൽ പറയട്ടെ. ആരടിയ സങ്കല്പ പുരുഷൻ? ബാലേട്ടൻ. വേണ്ട, നിന്റെ ചേട്ടനെ ജീവനോടെ കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? ചേട്ടാ, ഞാൻ ആരാണെന്നുള്ളത് അവൾ മറന്നാലും ഞാൻ മറന്നുകൂടാ. ചേട്ടാ, സരിത ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കാറില്ല. വേണ്ട രേഖ, ആവശ്യമില്ലാതെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. മേലാൽ സരിത ഇവിടെ വരരുതെന്ന് പറഞ്ഞേക്കൂ. രേഖേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇനി വരരുത്. എന്റെ ചേട്ടനത് ഇഷ്ടമല്ല. രേഖ, നീ ഇവിടെ വരുന്നതിൽ എനിക്കും താല്പര്യമില്ല. ഇന്നോളം വേദന എന്തെന്നറിയാതെ വളർന്ന എന്റെ ചേട്ടന് നീ മൂലം അതുണ്ടാകരുത്. ചേട്ടന്റെ കണ്ണു നിറയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്റെ കുഞ്ഞെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്. കല്യാണം കഴിച്ചുള്ളൊരു സുഖജീവിതം അവനില്ലെങ്കിലും എന്റെ മോനെ എനിക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കണം. അമ്മേ, ഞാൻ ബാലേട്ടനെ വേദനിപ്പിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ബാലേട്ടന്റെ കണ്ണുകളിൽ മാത്രമേ ഇരുട്ടുള്ളൂ. മനസ്സ് വെളുത്തതാണ്. അല്പം വെളിച്ചം എനിക്കാണ് വേണ്ടത്. അത് ഞാൻ ബാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി അവന്റെ ശവം കൂടി കണ്ടേ അടങ്ങുമെന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ബാലേട്ട, സരിതയോ? സരിത ഇങ്ങോട്ട് വരരുതായിരുന്നു. വിവരങ്ങൾ രേഖ പറഞ്ഞില്ലേ? ബാലേട്ടൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നോട് ഇത്ര വെറുപ്പാണോ? സ്നേഹമുള്ളതുകൊണ്ടാണ് സരിത എന്നിൽ നിന്ന് അകറ്റുന്നത്. ബാലേട്ടൻ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസവും അവിശ്വാസവും എല്ലാം പരിധികൾക്കപ്പുറം ചിന്തിക്കുന്നവർക്കാണ്. ഞാൻ എന്റെ പരിധിയെപ്പറ്റി ബോധവാനാണ്. സരിത പോകൂ. ഈ കൂടിക്കാഴ്ച അവസാനത്തായിരിക്കട്ടെ. ബാലേട്ടൻ പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോകാതിരിക്കുന്നത് ശരിയല്ല. ഈ കൂടിക്കാഴ്ച അവസാനത്തേതായിരിക്കട്ടെ. പക്ഷെ നാളെ രാവിലെ ഉണരുമ്പോ ബാലേട്ടനെ സ്നേഹിച്ചൊരു പെണ്ണിന്റെ മരണ വാർത്ത ബാലേട്ടൻ കേൾക്കും. അപ്പൊ അവക്ക് വേണ്ടി 2 തുള്ളി കണ്ണീരെങ്കിലും നഷ്ടപ്പെടുത്താനുള്ള സന്മനസ് ബാലേട്ടനുണ്ടാവുമല്ലോ. സരിതേ, സരിതേ, ബാലേട്ടാ,
ചേട്ടൻ എന്തിനാ പാവത്തിന് സിഗരറ്റ് വെച്ച് പൊള്ളി? നിന്റെ അമ്മയുടെ പെണ്ണം വെക്കാൻ വഴി വിടുന്നു. ഇനിയെങ്കിലും നന്നാകുമെന്ന് കരുതി എങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് ഇവിടെ വന്നിട്ട് അവൾ അഴിഞ്ഞാട്ടം തുടങ്ങിയിരിക്കുന്നു. അവളെ ഒന്ന് ചെയ്ത് അവൾ ഓടാ കണ്ടില്ലെങ്കിലും അവനെ പ്രേമിക്കാനറിയാം. വഴി വിട്. എന്താ മോളെ ഇത്? നീ ഇനിയും ഗുണം പിടിക്കാനുള്ള ലക്ഷണമില്ലേ? ഇവള് കാരണം ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാതായിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ നിങ്ങൾക്കൊക്കെ സന്തോഷാവും അല്ലേ? സുകുമാരൻ നായരും നീയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ്. ഇനി മേലാൽ ഈ വീട് വിട്ട് പുറത്തു പോയാൽ അടിച്ചതിന് മുട്ടിയാൻ ഒടിക്കും. ഒരു രണ്ടാം കെട്ടുകാരനെ എനിക്ക് വേണ്ടെന്ന്. പൊട്ടക്കണ്ണനായാലോ? അതെന്റെ ഇഷ്ടം. പൊട്ടക്കണ്ണനായാലും ഞൊണ്ടിയായാലും കൂടെ ജീവിക്കാൻ പോകുന്ന ഞാനാണ്. അമ്മേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ നില തുടർന്നാൽ എനിക്ക് മറ്റു പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കും. പട്ടിണിയായാലും കയറിക്കിടക്കാൻ ഞങ്ങൾക്കൊരു വീടുണ്ട്. കടം ചലിക്കായടി. അല്പം പഠിപ്പ് കൂടിയത് കൊണ്ട് ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കരുത്. മോളെ, അമ്മയ്ക്ക് ഒരിത്തിരി സമാധാനം താടി. അമ്മേ, ഞാൻ അവസാനമായി പറയാണ്, എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കാണ്. അത് ബാലേട്ടനെ ആലോചിച്ചാ മതി. ഒരു നേരത്തെ ആഹാരം തരാനുള്ള കഴിവ് പോലും അവനില്ലല്ലോ. എനിക്ക് എങ്ങനെയും ജോലി കിട്ടും. എന്റെ ശമ്പളം കൊണ്ട് ഞാനും ബാലേട്ടന് സുഖമായി ജീവിക്കും. നിന്നെ കുറിച്ച് എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ച് വളർത്തിയതാ. ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ. ഇതാ ബാലുമമ്മി ചോക്ലേറ്റ്. ഇന്ന് എന്താ വിശേഷം അറിയാവോ? മിനിക്കുട്ടി പറഞ്ഞാലേ അറിയൂ. ഇന്ന് എന്റെ പെരുന്നാളാ. ആണോ? സദ്യയൊക്കെ ഗംഭീരായിരിക്കുമല്ലോ അല്ലേ? ക്ഷണിക്കാനും കൂടി മിനിക്കുട്ടി വന്നത്. അമ്മമ്മയും ചേച്ചിയും എല്ലാരും കൂടി മിനിക്കുട്ടിയുടെ വീട്ടിലേക്ക് വരണം. ബാലുമമ്മി, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. മാമ വരുന്നില്ല, മോള് വെക്കോ? അത് പറ്റില്ല, മാമയും കൂടി വരണം. വരും മാമേ. മാമേ, ദേവി തൊഴണമെങ്കിൽ കുളിച്ചിട്ട് വേണം. മാമ കുളിച്ചതാ, മോള് കുളിച്ചില്ലേ? അയ്യേ, ബാലുമാമി ഒരു മണക്കൂസ. പിറന്നാളായിട്ട് ആരെങ്കിലും കുളിക്കാതിരിക്കുവോ? എന്നാ നമുക്ക് കാലും മുഖമൊക്കെ കഴുകാം. ആ, കഴുകാം. എന്റെ ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. നമ്മുടെ മനസ്സൊന്നാണ് ബാലേട്ട. അത് വേർപെടുത്താൻ ഇനി ആരെ കൊണ്ട് കഴിയില്ല. ദേവി, ഞങ്ങളുടെ ജീവിതം ധന്യമാക്കി തരണേ. അയ്യോ അമ്മേ, സൂക്ഷിച്ചിറങ്ങണേ. അമ്മേ, അതൊക്കെ ആയിരിക്കും. ഇതൊക്കെ കയറിക്കും. അയ്യോ അമ്മേ. അമ്മേ, മോള് വീട് നോക്കിക്കോ. ചേച്ചി ആശുപത്രി കൊണ്ടുപോവാ. അമ്മ ഞാനും കൂടെ വരാം. അമ്മേ, എല്ലാവരും കൂടെ പോയാലേ വല്ല ഉണ്ടാക്കി കഴിക്കണ്ടേ? അതോ ആ പോകാം. ചേച്ചി പ്രസവിച്ചു. ആൺകുട്ടിയാ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ചോറും കറി എടുത്തു വെച്ചിട്ടുണ്ട്. ആ, ഞാൻ ആകെപ്പാടെ വേർത്ത് മാറിയിരിക്കുക. ഒന്ന് കുളിച്ചിട്ട് വരട്ടെ.
ക്ഷമിക്കേ. ഇയാളെ വിശ്വസിച്ച് ഇനിയും 2-3 ദിവസം ഇവിടെ എങ്ങനെ കഴിയാ? എനിക്ക് മുൻകൂട്ടി സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാ നിന്നെ കൂട്ടിന് വിളിച്ചത്. നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ. ഓ എന്റെ ഈശ്വര. നോക്കൂ സരിതേ, ഒന്നുകിൽ ചേച്ചിക്ക് കൂട്ടിന് ആശുപത്രിയിൽ പോയി നിൽക്ക്, അല്ലെങ്കിൽ അവര് വരുന്നവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോര്. ഇനി ഇവിടെയുള്ള ജീവിതം എനിക്ക് വേണ്ട. അമ്മ വന്നില്ലെങ്കിലും ഞാൻ പോകും. അല്ല, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഒന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നില്ലേ? നിന്നെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയാം. എന്താ ചന്ദ്ര ഇതൊക്കെ? മനുഷ്യരായ കുറച്ചൊക്കെ ബോധം വേണ്ടേ? ആ, എന്താ, എന്തു പറ്റി? നിനക്കൊന്നും അറിയില്ലേ? അങ്ങനെ ഒരു അബദ്ധം പറ്റി. അതിനിപ്പോ ചാകാൻ പറ്റുമോ? പറയുമ്പോ എളുപ്പമാ, പക്ഷെ തകരുന്നത് ഒരു ജീവിതമാ. അവളുടെ ചേട്ടനും അച്ഛനും എല്ലാം നീയാ. നീ ഇങ്ങനെ ആയാലോ? അമ്മ എന്താ തീരുമാനിക്കുന്നത്? മോളെ സരള ഇതൊന്നും അറിയണ്ട. നിങ്ങൾ 2 പേരും എന്റെ വയറ്റിൽ ജനിച്ചു പോയില്ലേ? ഉടനെ പോയാൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും. ഏതായാലും ഈ ആശുപത്രി വിട്ട് വീട്ടിൽ ചെല്ലട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാം, കേട്ടോ? ഏതായാലും അവരുടെ മനസ്സ് രണ്ടും ഒന്നായി കഴിഞ്ഞു. പിന്നെ എന്തിനാ ഇത് വെച്ച് നീട്ടിക്കൊണ്ടു പോകുന്നത്? നിങ്ങൾ എപ്പോ പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാ. ചന്ദ്രശേഖരന് ഇക്കാര്യത്തിൽ താല്പര്യമില്ലെന്നാണ് അറിഞ്ഞത്. ആരുടെ താല്പര്യവും ഇനി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇതങ്ങ് നടത്താം. ബാലൻ ഇവിടെ, അവനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് തീയതി നിശ്ചയിച്ച് കളയാം. ബാലേട്ടന്റെ ഈ ഫോട്ടോ ഞാൻ എടുക്കും. എനിക്ക് എപ്പോഴും ബാലേട്ടനെ കണ്ടോണ്ടിരിക്കണം. ബാലേട്ടൻ ഇനി എപ്പോഴാ ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക? എന്താ ഒന്നും മിണ്ടാത്തത്? നീ എന്നോട് യാത്ര പറയാൻ തുടങ്ങി. മിണ്ടാതിരുന്ന് കേൾക്കാനല്ലേ എനിക്ക് കഴിയൂ. ക്ഷണിക്കാതെ കടന്നു വന്ന അതിഥി വിരുന്നിന് മുമ്പ് പിരിഞ്ഞു പോകുന്നു. ബാലേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? എന്നെ വേദനിപ്പിക്കാനാണോ നീ സ്നേഹമൊന്നും പറഞ്ഞു വന്നത്? ഇല്ല ബാലേട്ട, ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞങ്ങൾ ഇവിടം വിട്ട് പോകുന്ന എന്തിനെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. മോനെ, നിങ്ങളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്നും പറഞ്ഞാ മാധവിയമ്മ വന്നിരിക്കുന്നത്. കല്യാണമൊക്കെ എനിക്കൊരു ജോലി കിട്ടി കഴിഞ്ഞിട്ട് മതി. അപ്പോഴേക്ക് മൂത്ത് നരച്ചൊന്ന് വരും. നമ്മൾ നാളെ പോകുന്ന കാര്യം ബാലനോട് പറഞ്ഞോ? എന്നാ ബാല, നമുക്ക് പുറപ്പെടാം. ചന്ദ്രൻ വരേണ്ട സമയമായി. നിങ്ങൾ തമ്മിലുള്ള പിണക്കവും തീർത്ത് നമുക്ക് ഈ കല്യാണക്കാര്യം സംസാരിക്കാം. ഞാൻ പറഞ്ഞോ, ചേട്ടൻ എന്നോട് വെറുപ്പാണ്. അതൊക്കെ നിന്റെ തോന്നല. മോൻ പുറപ്പെട. ചെല്ലു മോനെ, എന്നായാലും നിങ്ങൾ ഒന്നിക്കേണ്ടവരല്ലേ. മോനെ, അങ്കിളിനെ മനസ്സിലായടാ? അങ്കിളല്ല, കൊച്ചച്ചൻ. മോനെ മോനെ. ചന്ദ്രനെ ഇനി കണ്ടില്ലല്ലോ. വരേണ്ട സമയമായി. മോനെ എഞ്ചിര കുട്ട. മോനെ മോനെ മോനെ. എന്തിനാ മോനെ? എടീ, ആര് പറഞ്ഞത് ഈ പൊട്ടക്കന്റെ കയ്യിൽ എന്റെ കുഞ്ഞിനെ കൊടുക്കാൻ? ചേട്ടാ, എന്റെ കുഞ്ഞിനെ കുരുടനാക്കാനായിരിക്കും. നീ എന്തിനാണ് ഇവിടെ വന്നത്? ചന്ദ്ര, ബാലനെ ഞാനാണ് വിളിച്ചോണ്ട് വന്നത്. അല്ല, ഇതുപോലെ സത്രമോ മറ്റോ ആണോ കണ്ട തെണ്ടികളൊക്കെ പിടിച്ചു കയറ്റാൻ? ചേട്ടാ, ഇത് ചേട്ടന്റെ വീട് തന്നെയാണ് എന്ന് വെച്ച് മറ്റുള്ള ഒരു മനുഷ്യനാണെന്ന് കരുതണം. എന്റെ സംസ്കാരം ഇത്രയ്ക്കേ ഉള്ളൂ. ഇഷ്ടമില്ലാത്തവർക്ക് ഇറങ്ങി പോകാം. ഇതിലും വലിയ സംസ്കാരം നിങ്ങൾ കണ്ടവളാണ് ഞാൻ. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്ന നല്ലത്. സരിതേ, നീ ഇനി ഒന്നും മിണ്ടരുത്. വയ്യമ്മേ, ഇനി സഹിക്കാൻ വയ്യ. ഇതിനേക്കാൾ ഭേദം നിങ്ങൾക്ക് എന്നെ കൊന്നുകൂടെ? ഞാനൊരാളെ കാണാൻ പോവാ. സരിത എവിടെ പോയിട്ട് വരുന്നു?
ത്രഡംപുരത്തിൽ പോയിരുന്നു സർ. സരിതയെ കാണാൻ ഞാൻ 1-2 തവണ ആളയച്ചു. ചേച്ചിയുടെ വീട്ടിലായിരുന്നല്ലേ? ഇവിടെ നടന്ന സംഭവം എല്ലാം സാറിന് അറിയാമല്ലോ. ആ, എന്റെ അധ്യയന ജീവിതത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു അത്. എങ്കിലും സരിത പെട്ടെന്നെടുത്ത തീരുമാനം അല്പം കടന്നുപോയി. സരിത ഒരു കാര്യം ചെയ്യും, സൗകര്യം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരൂ. ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി, ഓക്കെ, താങ്ക്സ്. പോവാം. അന്നത്തെ സംഭവത്തിന് ശേഷം ജെയിംസ് ജോർജിന്റെ സ്വഭാവത്തിന് വളരെ മാറ്റങ്ങളുണ്ടായി. അയാൾ ഡിഗ്രി എടുക്കാൻ തയ്യാറായില്ല. കുറച്ചുകാലം ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടു. സരിത പോയതിനു ശേഷം പിന്നെ അയാളെ കണ്ടിട്ടില്ല. സരിത വർഗീസിനെയും ഡെയ്സിയെ ഓർമ്മിക്കുന്നില്ലേ? ആ, ഡെയ്സി വർഗീസിൽ നിന്നും ഗർഭിണിയായി. വിവരമറിഞ്ഞ വർഗീസ് അവളെ കൈയൊഴിയാൻ പ്ലാനിട്ടു. അവളുണ്ടോ വിടുന്നു. ഒടുവിൽ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചു. അവളിപ്പോ ജയിലിലാണ്. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അങ്ങനെ എന്തെല്ലാം സംഭവ വികാസങ്ങൾ ഉണ്ടായി. സരിതക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും കോളേജിൽ വരാം. ഡിഗ്രി എടുക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു തരാം. എനിക്ക് ഇന്നൊരു ജോലിയാണ് സാർ വേണ്ടത്. സ്വന്തം കാലിൽ നിൽക്കാറായാലേ എന്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിയും. ഒരു ഡിഗ്രി എടുത്താൽ സരിതക്ക് ബലമായി നിൽക്കാമല്ലോ. സമയം വൈകിപ്പോയി സാർ. സാർ, എന്റെ വിവാഹം ഏകദേശം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി ജീവിക്കാനുള്ള മാർഗമാണ് അന്വേഷിക്കേണ്ടത്. ഇദ്ദേഹമാണ് സാർ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. സാറ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ബാലേട്ടന് വേണ്ടിയായിരിക്കണം. സാറിന് പത്രോഫീസിലൊക്കെ നല്ല സ്വാധീനം ഉണ്ടല്ലോ. ബാലേട്ടൻ നന്നായി പാടുകയും വീണ വായിക്കുകയും ചെയ്യും. അദ്ദേഹത്തെ പറ്റി ലോകം അറിയും വിധം പത്രങ്ങളിലൊക്കെ എഴുതണം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം സാർ ഉണ്ടാക്കി തന്നാ മതി. ഈ ഫോട്ടോ എന്റെ കയ്യിലിരിക്കട്ടെ. മിസ്റ്റർ ബാലിനെ പറ്റി ഒരു നല്ല റൈറ്റപ്പ് തയ്യാറാക്കി എനിക്കറിയാവുന്ന എല്ലാ പത്രങ്ങളിലും പ്രസിദ്ധീകരിപ്പിക്കാം. മാത്രമല്ല, മംഗളം വാരികയുടെ മാനേജിംഗ് എഡിറ്റർ മിസ്റ്റർ എൻ സി വർഗീസ് എന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പുതിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ താല്പര്യമാണ്. താങ്ക്സ്. പിന്നെ സരിതയുടെ ജോലിക്കാര്യം ഞാൻ ശ്രമിക്കാം. തിരുവനന്തപുരത്തെ സിത്താര ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്റെ അടുത്തൊരു ബന്ധുവാണ്. ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ? ശരി സാർ. എന്താ മോളെ, ആരുടെ കത്താ? സിത്താര ബാങ്കിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. 1-ാം തീയതി തന്നെ ജോയിൻ ചെയ്യണം. അയ്യോ, ഇനി 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എങ്കിൽ നാളെ തന്നെ പുറപ്പെടണ്ടേ? 10,000 രൂപ സെക്യൂരിറ്റി കെട്ടണം അത്രേ. 10,000 രൂപയോ? നമ്മൾ എങ്ങനെ ഉണ്ടാക്കാനാ? അതുണ്ടായാലും ജോലി കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, ചന്ദ്രന്റെ അടുത്തൊന്ന് പോയി ചോദിച്ചാലോ? വേണ്ടമ്മേ, ഇനി അവിടെ പോകാൻ എനിക്ക് കഴിയില്ല. നടന്നതെല്ലാം മനസ്സിൽ വെച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? അത്യാവശ്യത്തിന് നമ്മളെ സഹായിക്കാൻ വേറെ ആരാ ഉള്ളത്? എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും വിഷമമില്ല. അങ്ങനെ അടുത്ത് കൈനീട്ടാൻ എനിക്ക് വയ്യ. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ മോളെ. ബാലനെ ഓർത്തെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ജോലിയും തൊഴിലും ഇല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച് എങ്ങനെ ജീവിക്കാനാ? നീ ഒരുങ്ങ. അമ്മ വളരെ നിർബന്ധിച്ചുകൊണ്ടാ വീണ്ടും ചന്ദ്രേട്ടന്റെ അടുത്ത് പോയത്. പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അമ്മ വിവരം പറഞ്ഞപ്പോൾ ഒരു മടിയില്ലാതെ ചേട്ടൻ സമ്മതിച്ചു. മാത്രമല്ല, നമ്മുടെ വിവാഹം ഇനിയും നീട്ടിക്കൊണ്ടു പോകണ്ടെന്നാ ചേട്ടന്റെ അഭിപ്രായം. ഓണത്തിന് മുമ്പ് തന്നെ ആവണമെന്നാണ്. സരിത ഒറ്റയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോവോ? ബാലേട്ടന് കൂട്ടുവരാൻ പറ്റില്ലല്ലോ. ചന്ദ്രേട്ടൻ വന്ന് ഹോസ്റ്റൽ സൗകര്യം ഏർപ്പാട് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരും. സൂക്ഷിക്കണം, മനസ്സിൽ വിഷമുള്ള ആളാണ്. ഏയ്, ഇപ്പൊ പുള്ളിക്കാരൻ വളരെ മര്യാദക്കാരനായി പോയി. പണ്ടത്തെ പകയും വിദ്വേഷവും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ കണ്ടത് ആട്ടി പുറത്താക്കുമായിരുന്നില്ലേ? സരിത പോയാൽ എന്നാ തിരിച്ചു വരിക? നമ്മുടെ കല്യാണത്തിന്. അത്രയും താമസിക്കോ? ജോലിക്ക് ചേർന്നത് 3-ാം മാസം നമ്മുടെ കല്യാണം. എഴുത്തെഴുതില്ലേ? എന്നും എഴുതും. ബാലേട്ടനല്ലാതെ ഞാൻ ആർക്കെഴുതാനാ? സരിതയുടെ എഴുത്ത് മാത്രമായിരിക്കും എനിക്കൊരാശ്വാസം. സരിതയില്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല.
സരിതയില്ലെങ്കിൽ ഞാൻ ഇനി ജീവിക്കില്ല. എന്താ ബാലേട്ട, അങ്ങനെയൊന്നും പറയരുത്. ബാലേട്ടന് എന്നെ വിശ്വാസമില്ലേ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഈ ലോകത്തിന്റെ കറുപ്പും മനുഷ്യ മനസ്സിന്റെ കറുപ്പും കാണാൻ ദൈവം എനിക്ക് കാഴ്ച തന്നില്ലല്ലോ. സരിതേ, നമ്മൾ തെറ്റ് ഒരിക്കലും തിരുത്താനാവാത്ത ഈ തെറ്റ് നമ്മൾ ചെയ്യരുത്. ബാലേട്ട, കതിർ മണ്ഡപത്തിൽ വെച്ച് ഞാൻ താലി കെട്ടുന്ന പെൺകുട്ടി തികച്ചും പരിശുദ്ധിയുള്ളവളായിരിക്കണം. നിനക്ക് വേണ്ടി നല്ലൊരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തിട്ട് ഞാനിന്ന് തന്നെ തിരിച്ചു പോകും. ഞാൻ പുറത്തുപോയി വരുന്നതിനുള്ളിൽ നീ കുളിച്ച് തയ്യാറാവാ. ശരി. കഥക് ഭദ്രമായി അടച്ചേക്കണം. വല്ല തെണ്ടി പിള്ളേരൊക്കെ ഒന്ന് മുട്ടിയാ തുറക്കരുത്. സാധാരണ ലോഡ്ജിലൊക്കെ നടക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. രേഖ, സരിതയപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവില്ലേ? മക്കളെ, നാളെ രാവിലെ അമ്പലത്തിൽ പോയി ബാലന്റെയും സരിതയുടെയും പേരിൽ അർച്ചന നടത്തണം. അവള് നാളെ ജോലി പ്രവേശിക്കുന്ന ദിവസമല്ലേ? ആരാ? ഞാനാണ്. ആരാന്ന്? വാതിൽ തുറക്കടി. ഹോസ്റ്റൽ സൗകര്യം നാളേക്ക് റെഡിയാവും. രാവിലെ അങ്ങോട്ട് മാറാം. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കഴിയുന്നു. ഒരു മുറി കൂടി ഒഴിവുണ്ടോന്ന് ചോദിക്കായിരുന്നു. 2 പേർക്ക് താമസിക്കാനല്ലേ ഡബിൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. നീ ആഹാരം ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു. നേരെ ഒത്തിരിയായി, നമുക്ക് കിടക്കാം. അയ്യോ, എന്നെ വിട്ടു. നിന്റെ ചേച്ചിയെ കെട്ടുമ്പോഴും എന്റെ മനസ്സ് നിറയെ നീയായിരുന്നു. നിനക്ക് വേണ്ടി 15,000 രൂപ ബാങ്കിൽ കെട്ടിയത് ഒരിക്കലും എന്നെ ധിക്കരിച്ച നിന്നോടുള്ള കാരുണ്യം കൊണ്ടൊന്നുമല്ല. ബഹളം വയ്ക്കാതെ എന്നെ അനുസരിക്കുന്നതാ നല്ലത്. എന്നെ കൊന്നാലും ഞാൻ അതിനെ അനുവദിക്കില്ല. വാടി ഇവിടെ. നിന്നെ പറ്റി എല്ലാം എനിക്കറിയാൻ വേണ്ടി. സരിതമോളെ, നിന്നെ മിന്നുകെട്ടി ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല.
ചന്ദ്രശേഖരൻ, അവരെ ഉപദ്രവിക്കരുത്. വിട്ടേക്കൂ. ഇതെന്റെ ഇഷ്ടമാണ്. ചോദിക്കാൻ നീ ആരാടാ? അവരെന്റെ മുറിയിൽ അഭയം തേടി വന്നതാണ്. ഇവൾ എന്റെ അനുജത്തിയാണ്. ഒരു ചേട്ടന്റെ പെരുമാറ്റമല്ലല്ലോ നിങ്ങൾ കാണുന്നത്. ഞാൻ തോന്നിയ പോലൊക്കെ ചെയ്യും. നിനക്കതിലൊരു കാര്യവുമില്ല. ഉണ്ട്. അവരെ വിടൂ. എടാ, വിടാൻ. ഹലോ, റിസപ്ഷൻ. ഒന്ന് പോലീസ് സ്റ്റേഷൻ കണക്ട് ചെയ്യും. ഇയാളെ കൊണ്ടുപോകും. മോളെ, നിന്നെ മിന്നുകെട്ടി ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല. ജീപ്പി കയറ്. സാർ, ഞാൻ ജീപ്പി കയറാൻ. സാറ് വിളിക്കുന്നു. ജെയിംസ്. നോ, സർക്കിൾ ഇൻസ്പെക്ടർ ജെയിംസ് ജോർജ്. ഇരിക്കൂ. പ്ലീസ് ഇരാ. എല്ലാം അത്ഭുതമായി തോന്നല്ലേ? ഈ വേഷവും ഭാവവും സരിതയാണ് എനിക്ക് സമ്മാനിച്ചത്. അന്ന് കോളേജിൽ നടന്ന ആ സംഭവങ്ങളാണ് എന്നെ ഇന്നീ കസേലിരുത്താൻ ഇടയാക്കിയത്.
ഒരിക്കൽ കൂടി നിങ്ങൾ എന്റെ മാനം രക്ഷിച്ചു. ഈ ജന്മം ഞാനിത് മറക്കില്ല. മറക്കാനാവാത്ത എത്രയോ മുഹൂർത്തങ്ങൾ സരിതയുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ചന്ദ്രശേഖരനിൽ ബലമായ സംശയങ്ങൾ ഉണ്ടായിരുന്ന ഞാൻ നിങ്ങൾ ഇന്നലെ വണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ്. തെറ്റിദ്ധരിച്ചതിന് എന്നോട് ക്ഷമിക്കണം. ചേട്ടൻ. കോൺസ്റ്റബിൾ, കലയും കൊണ്ടുവരൂ. ഇദ്ദേഹമാണ് സബ് ഇൻസ്പെക്ടർ മിസ്റ്റർ കൃഷ്ണൻകുട്ടി. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് കൃഷ്ണൻകുട്ടി സരിത ഇവിടെ കൊണ്ടുവന്നത്. തന്നെ ജയിലിലാക്കാനുള്ള നിയമം ഈ മേശപ്പുറത്തുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ താൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ബന്ധുവായി പോയി. തനിക്ക് പോവാം. സാർ, സരിത രക്ഷിച്ചിടത്തോളം മതി. സരിതയ്ക്ക് ഇന്ന് ബാങ്കിൽ ജോയിൻ ചെയ്യണമായിരുന്നല്ലേ? സിത്താര ബാങ്ക് മാനേജർ മിസ്റ്റർ വിനോദ് എന്റെ ഫ്രണ്ടാണ്. സരിത ഇന്ന് വരില്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. എന്റെ വീട് ഇവിടെ അടുത്താണ്. വിരോധമില്ലെങ്കിൽ അങ്ങോട്ട് പോവാം.